അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കുരുവട്ടൂരുകളെ കോമാളനാവുന്ന ആ 3 മൈക്കക്കുറ്റികളെ കുഞ്ഞിരാമൻ കളി കളിപ്പിക്കുകയാണ്. അങ്ങോട്ട് ചാട കുഞ്ഞിരാമാറിയും അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാട കുഞ്ഞിരാമാറും ഇങ്ങോട്ടും ചാടും. അങ്ങനെ കുഞ്ഞിരാമൻ കളി കളിച്ചപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, അങ്ങോട്ട് ചാട കുഞ്ഞിരാമാറിന് അതിനുണ്ട് നൗഷാദ് ഒരു പ്രഭാഷണം നടത്തിയിട്ട്. ആ പ്രഭാഷണവും ഇപ്പോൾ കുറ്റ്യാടിയാൻ എന്ന പ്രഭാഷണമൊക്കെ വെച്ച് നോക്കിയാൽ അവരുടെ തനി സ്വഭാവം എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. നിങ്ങളൊന്ന് അന്ന് ചാടിയ ചാട്ടത്തിൽ പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കുക നമുക്ക്. മഹാനരായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനരായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട് ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് ഈ പ്രഭാഷണം കേട്ട് ഞങ്ങള് ഈ പ്രഭാഷണം കേട്ട് ഇപ്പൊ അവര് കുറ്റ്യാടി നടന്ന പ്രഭാഷണം കേട്ട ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല. ഞങ്ങളത് ആദ്യേ പറയലില്ലേ, ഇതിപ്പോ കെ വിഭാഗം അവരെ ഏറ്റെടുക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് അതിനുള്ള പറച്ചിലാണ്. ഇപ്പൊ കുറ്റ്യാടിയിൽ അവരെ കഴിഞ്ഞ പരിപാടി കേട്ടതോടുകൂടി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഇവരെ വിഷയം. ഇവരിപ്പോ ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കാനാണ് അന്ന് ഇതൊന്നല്ല എത്രേ പ്രസംഗിച്ച് നടന്നു. എന്താ ആയത്? അതൊക്കെ ഇപ്പൊ അവിടെ പോയി കൊളാക്കിയില്ലേ കുറ്റ്യാടി പോയി കണ്ട്. അന്ന് ഈ പ്രഭാഷണം നടത്തി എന്തെങ്കിലും ഇവരൊക്കെ ഒരു പ്രഭാഷണങ്ങള്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ കുറെ പാണക്കാട് പോയി, പട്ടിക്കാട് പോയി, കൂരിയാട് നദുവിന്റെ അടുത്ത് പോയി നോക്കിയ ഒരു മെയിൻ്റെ ഒരു മനുഷ്യനും ചെയ്യണില്ല. അതിനിങ്ങനെയാണ് നിൽക്കുമ്പോഴാണ് എന്നാ പിന്നെ വേണ്ട നമുക്ക് എന്താ സൂപ്പി ഇസ്ലാമിക് ബോർഡിന്റെ ആൾക്കാരെ വിളിച്ചത്. അവരൊക്കെ വിളിച്ച് നൗഷാദിന് 1.5 മണിക്കൂർ അവിടെ വെയിറ്റും ചെയ്തു. അതൊന്നും കോമാടനെ അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. അതൊക്കെ പോട്ടെ. ഏതായാലും അങ്ങനെ നിൽക്കുമ്പോഴാണ് ജിഫ്രി തങ്ങളാപ്പാന്റെ ഒരു പത്രസമ്മേളനം വരുന്നത്. അങ്ങനെ ജിഫ്രി തങ്ങളാപ്പ ഏതൊരു ത്വരീക്കത്താണെന്നും അതല്ല ത്വരീക്കത്ത് എന്ന് പറയാൻ പറ്റില്ല, അവർ പുതിയൊരു മതമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാമീന് പിരാന്തളകി. അപ്പോഴാണ് നമ്മളെ കോമാടനാവുക ഇങ്ങോട്ടൊന്നും ചാടറ കുഞ്ഞിരാമാർന്നു ആ ചാട്ടത്തിൽ പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേട്ടു. ഞാൻ പറയാ അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ AP സമസ്തക്കാരെ മൂടുതാങ്ങികളായിട്ട് വേറെ കുറെ ഇറങ്ങിക്കണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആ കളി മശായിഖന്മാരെ മക്കളോട് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു. അതേ വാദം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ എതിർത്തു. അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു. ഞങ്ങൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ്, ജിഫ്രി തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു ചുക്കുമല്ല. ഞങ്ങൾക്കൊരു ചുക്കുമല്ല. കുഞ്ഞമീനും കേട്ടെങ്കിൽ പിരാന്തയിൽ ഇത് എന്തൊക്കെ പറയേണ്ടത് തന്നെ അറിയില്ല. കുഞ്ഞായ്മ ഇത് പറയാനൊക്കെ കാരണമുണ്ട്. കുഞ്ഞായ്മ അതിൽ പറഞ്ഞതിന് മുമ്പ് കുഞ്ഞാമേ ഇതിപ്പോ അതിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. മുത്തായ തങ്ങളുടെ സ്വപ്നത്തിൽ പിശാജ് വരും എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ 3 പണ്ഡിതന്മാരും പേരോട് ഉസ്താദും സയ്യിദ് ജിഫ്രി തങ്ങളും നജീബ് മൗലവി അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഈ പറഞ്ഞ എല്ലാതും നിനക്കുണ്ടെങ്കിൽ ഇജുണ്ടല്ലോ എന്തിനൊന്ന് പറയണത്, അത് ഇജ് പറയണത് എന്നെ എന്ത് ചെയ്യേ കേൾക്കുക. കേട്ടാലേ അതിൻ്റെ ഒരു മട്ടാവുള്ളൂ. അത് എനക്കുണ്ടെങ്കിൽ ഇജൊന്ന് ഇത് തെളിയിക്കടാ. അങ്ങനെ വീടുവായിട്ടും പറഞ്ഞു പോലെ ഇജ് പറയണത് കേൾക്കേ, ഇതൊക്കെ എനക്കുണ്ടെങ്കിൽ ഇതൊന്ന് തെളിയിക്കേ. ആണായി പിറന്നവനാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസുലും ഫസുലും ഉണ്ടെങ്കിൽ, അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കട. ആൺകുട്ടിയാണെങ്കിൽ അതന്നെ എന്നോടും പറയണ്ടേ, ഈ തെളിയിക്കട ആൺകുട്ടിയാണെങ്കിൽ. അങ്ങനെ ഈ 3 പണ്ഡിതന്മാരും ഈ പറഞ്ഞ കോലത്തിൽ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുന്നുണ്ട്. ആണാണ് ഈ തെളിയിക്കട.
ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അങ്ങോട്ടുള്ളതിനോട് തെളിവാണ് കൊണ്ടുവരാം, എന്നിട്ട് സംസാരിക്കുക. ഇനി പിന്നെ എന്താ പറഞ്ഞത്, മശായിഹന്മാരുടെ മക്കളോട് വേണ്ട. ആരാപ്പ ഈ മശായിഹ്? മശായിഖിനെ പറയാം, ആരാപ്പ ഈ മശായിഖിന്റെ മക്കള്? ഇവര് മൈക്കകളാണ്, ഇവരെടുത്ത് തെറ്റു പറ്റൂല, ഇവര് മശായിഖിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇവർ പ്രസംഗിച്ച് നടക്കുന്ന ഇവർക്ക് ഒരു നല്ലേല് ഖുർആൻ ഓതാൻ വയ്യാം. എന്നിട്ട് ഇവരാണ് ഇപ്പൊ 2 സുന്നിയാണെയും പഠിപ്പിച്ചാൻ വരുന്നത്. ഈ ഖുർആൻ ഓതാൻ വയ്ക്കാത്ത ഇവര് സുന്നിയാളെ പഠിപ്പിച്ചാൻ വരേ. അതിൽ സമദ് ഓതുന്നുണ്ട്, കുഞ്ഞായ്മ ഓതുന്നുണ്ട്, നൗഷാദ് ഓതുന്നുണ്ട്, സാക്ഷാൽ ഇവരുടെ ഷെയ്ഖ് എന്ന് പറയുന്ന കോമാട്ടിച്ചാലിൽ ഔദയും ഓതുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കി. ഇവരും കട്ടെ ഇയാളെ ഓത്തോ, ഇയാളൊന്ന് സൂറത്ത് ഓതിന് കേട്ടോളി, ഏതാ ഓതി കൊടുക്കും. എങ്ങനെ അത് ഓതന്റെ? എങ്ങനെ അത് ഓതന്റെ? നഫ്സിലായിത്തീരും. അഫമൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. എങ്ങനെ അത് ഓതന്റെ? എങ്ങനെ അത് ഓതന്റെ? وَاتْلُ عَلَيْهِمْ نَبَأَ الَّذِي آتَيْنَاهُ فانسلخ منها فأتبعه الشيطان فكان من الغاوين. صدق الله مولانا العلي العظيم. എങ്ങനെ അത് ഓതന്റെ? കണ്ടില്ലേ, ഓരോ 4 ആളുണ്ട്. ഓരോ 4 ആളെ ഓത്തി കണ്ടില്ലേ. ഇവരപ്പം നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതേ. ആദ്യം നിങ്ങളെ ഒന്നുണ്ട് ഉഷാറാക്കി ഓതാനും നിനക്ക്. കുഞ്ഞാമിന്റെ ഇംഗ്ലീഷൊക്കെ ഉണ്ടാകും, പിന്നെ നമ്മൾ ഇടുന്നില്ല. ഇനി പിന്നെ പറഞ്ഞപ്പോ എന്താണ്, പിന്നെ എന്താ മഷായിഖ് അല്ലേ? ആരപ്പ ഇവരെ മഷായിഖ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. ഇവര് പിന്നെ ഈ മഷായിഖിന്റെ തനി സ്വഭാവം നമ്മൾ എന്ത് ചെയ്തു, ഗ്ലോബൽ വില്ലേജിൽ കണ്ടു. ഇവിടുന്ന് കെട്ടുന്ന തലി കെട്ടും, ഇവിടുന്നുള്ള ആ പുതപ്പും ഇവിടുന്നുള്ള ആ തസ്ബീമാലയൊന്നും ഇല്ലാതെ സാക്ഷാൽ ക്രിക്കറ്റ് കളിക്കാരുടെ സ്റ്റൈലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ മച്ചായിക്കിനെ ഗ്ലോബൽ വില്ലേജ് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ആ മച്ചായിക്കാണ് ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതേ. ചെത്തപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അവിടെ മദാമകൾക്കിടയിലൂടെ ഇങ്ങനെ ഉഷാറായി നടന്ന ആള് ഇവിടെ സുന്നത്തി ജമാഅത്തിന് മാത്രം ജീവിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ വരും. ഓന് കേരളം വിട്ട അതല്ല, ആ സ്റ്റേജ് പരിപാടി അല്ലെങ്കിൽ ഓന് പിന്നെ ആ കോലല്ല. അത്ര നമുക്ക് മനസ്സിലാക്കുവനെ. അത് ആ ഗ്ലോബൽ വില്ലേജിലത്തെ ആ വീഡിയോ കണ്ടോടുകൂടി നമുക്ക് ഓൻ്റെ എല്ലാ തരികടിയും മനസ്സിലായില്ലേ. ആ സ്റ്റേജ് പരിപാടിക്ക് മാത്രമേ ആ തലി കെട്ടുന്നുള്ളൂ. പിന്നെ ആള് ഫുൾ ഫ്രീക്കനാണ്. ആ ആളാണ് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ വരുന്നത്. അതൊക്കെ ആ വെച്ച വള്ളം വാങ്ങിച്ചണി പെട്ടു ഇയാളെ. അതൊരിക്കലും തളക്കൂല. അത് നിങ്ങൾ ഒരിക്കലും പൂതിയും വെക്കണ്ട, ഒരിക്കലും നടക്കാൻ പോണില്ല. നിങ്ങളെ കൊണ്ട് ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല. കുഞ്ഞേമ്മ പറഞ്ഞാൽ അങ്ങനെ ചുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളൊന്നും തുടങ്ങിക്കണിന്നാ അത് കാണല്ലെന്നാ. നിങ്ങളിങ്ങനെ വേള് പറയാം. അതൊന്നും നടക്കൂല മക്കളെ, സുന്നത്തി ജമാഅത്തിന്റെ മക്കളുടെ ഇടയിൽ. മനസ്സിലായ നിങ്ങൾക്ക്?